നീ കേട്ട വാഗ്ദത്തം നിനക്ക് നിറവേറാൻ കർത്താവ് ആയത്തപ്പെടുത്തുകയാണ്. കർത്താവ് പലരെ ക്രമീകരിക്കുകയാണ്. കർത്താവ് ചിലരെ ആയത്തപ്പെടുത്തുകയാണ്. കല്ലറകൾ തുറക്കപ്പെടുന്നു. ഓ തിരുവചനം പറയുന്നു, ബൈബിൾ പറയുന്നു, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന കല്ലറകൾ തുറന്നു. നൂറ്റാണ്ടുകളായി അടയ്ക്കപ്പെട്ട കല്ലറകൾ തുറക്കപ്പെടുന്നു. ദൈവം അടഞ്ഞു കിടക്കുന്നവയെ തുറക്കുന്നവനാണ്. ദൈവം അടയ്ക്കപ്പെട്ടത് തുറക്കുന്നവൻ. വേദപുസ്തകം പറയുന്നു, ദൈവം കടലിന് പോയി ഹൈവേ തുറന്നവനാണ്. കടലിന് കൂടെ ഹൈവേ റോഡ് തുറന്നവൻ. ഓ ഒരിക്കൽ കടലിൽ കൂടെ ഹൈവേ തുറന്നവൻ. ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ആരും പേശവില്ലേ? ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾ ആണ്ടവർ കടലിൽ കൂടെ പെരുന്നെടുത്താലെ തുറന്നവൻ. നിങ്ങൾക്ക് അയ്യോ എങ്ങനെ ആ വാഗ്ദത്തത്തിലെത്തും? എപ്പോഴത് വാഗ്ദത്തത്തിൽ പൈസരുമോ? എങ്ങനെയാ വിടുതലിലെത്തു? എപ്പോഴത് വിടുതലിൽ പൈസരുമോ? ദൈവം വാതിലുകളെ തുറക്കുന്നവൻ. അവൻ சொல்லுகிற தேவன் வாசலை திறக்கிறவன். ദൈവം ഇന്ന് രാത്രിയിൽ വ്യക്തിയായി കുടുംബമായി വാതിലുകളെ തുറക്കുന്നവനാണ്. ദൈവം ഇന്നേക്ക് തനിത്തനിയായ കുടുംബമായി ചില വാസല തുറക്കുന്നവൻ. യുവ സഹോദരനെ സഹോദരിയെ, അമ്മ സഹോദരനെ സഹോദരിയെ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ സൂപ്പർ നാച്ചുറൽ വാതിലുകൾ നിനക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്നു. കൂട്ടം മുടിയുമ്പോൾ അസാധാരണമായ വാസല തുറക്കപ്പെടുகிறது. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുവാൻ இந்தியாவுக்கு வெளியே உனக்காக சில வாசல் திறக்கப்படுகிறது. வேத புத்தகம் പറയുന്നു, பரிசுத்த வேத புத்தகம் சொல்கிறது, கரையில் இஸ்ரவேல் நிலவலிக்கும்போது, கரையில் இஸ்ரவேல் குக்கிரமிடும்போது, യാവരിയായപ്പോൾ കാറ്റ് വന്നത്. അതേ യഹൂദ ചരിത്രം പറയുന്നു, ആ കാറ്റിന്റെ 2200 കിലോമീറ്റർ വേഗത ഉണ്ടായി. அந்த காற்றுக்கு 2200 കിലോമീറ്റർ സ്പീഡ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുവരെ 90 കിലോമീറ്റർ ഉള്ളതായി ഒരു കാറ്റ്. 100 വർഷങ്ങൾക്ക് മുன்னாடி இதுவரை